ഹലോ ഗൈസ്, എനിക്കും എൻ്റെ അനിയനും ഒരു ജ്യൂസ് കുടിക്കാൻ പൂതിയായി. അപ്പോൾ ഞങ്ങളെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങാടിയിലോട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളൊരു നല്ലൊരു കട തപ്പിങ്ങനെ പോവാണ്. അപ്പം ഞങ്ങൾ ഹണി ഗ്രേപ്പിൻ്റെ ഒരു ജ്യൂസിൻ്റെ കട കണ്ട് എന്നെ ആദ്യം തന്നെ കിട്ടിയത്. ഈ മുബു ആണെങ്കിൽ ജ്യൂസിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ഇപ്പം എൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് റിയാക്ഷൻ നോക്കുന്നുണ്ട്, ജ്യൂസ് അടിപൊളിയാണോ അടിപൊളിയല്ലേ എന്നൊക്കെ. എന്നാലും ജ്യൂസ് അടിപൊളിയിനി, അതിന് മുബുവിനും കിട്ടി. പിന്നെ ഞങ്ങൾ കടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. ഞങ്ങൾ കടികൾ മാത്രമല്ല വാങ്ങിയത്, ഞങ്ങൾ ടെൻഡർ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിനി. സാൻഡ്വിച്ച് വന്നപ്പം തന്നെ മുബുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ സാൻഡ്വിച്ചിന് കൊടുത്തു. ഗൈസ്, സത്യം പറയാലോ, ആ സാൻഡ്വിച്ച് 5 പൈസക്ക് ഇല്ലേനി. ഞാൻ ഇപ്പോൾ ഇത് എങ്ങനെ എൻ്റെ ഇക്കാക്കനോട് പറയാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. മുബുവിന് കുഴപ്പമില്ല എന്നാ തോന്നുന്നത്. ഓൻ അടിപൊളിയായ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മുമ്പ് തിന്നണ കാണുമ്പോൾ എനിക്കും കൊതി വരും തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ സാൻഡ്വിച്ച് എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കുമ്പോഴോ അതിന് വേറെന്തോ ടേസ്റ്റ്. എനിക്ക് ആ ടേസ്റ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല. മുബു ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുഴങ്ങിക്കുകയാണ്. മുബുവിൻ്റെ സാൻഡ്വിച്ച് ഫുള്ളും ഫിനിഷ് ആക്കി. എനിക്ക് എൻ്റെ സാൻഡ്വിച്ച് ഫിനിഷ് ആക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ കൈയൊക്കെ വാഷ് ചെയ്യാൻ പോയി. വാഷ് ചെയ്യണ സ്ഥലം നല്ല വൃത്തിയുണ്ട്, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ബില്ല് ചെയ്തപ്പോൾ ബാലൻസ് ഒരു 5 റുപ്പീസ് ഉണ്ടായിനി. ആ 5 റുപ്പീസ് ഞങ്ങൾ സ്വീറ്റ്സും വാങ്ങി. പിന്നെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കടികൾ ഈ സൈഡിലുണ്ടായിനി. ഞാനാണെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. എനിക്കാണ് സാൻഡ്വിച്ചാണ് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോഴാണ് ചിന്തിച്ചാൽ നമുക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഈ സൈഡിലുണ്ടായിനി, എനിക്കിതൊക്കെ വാങ്ങിയാൽ മതി ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.